Good morning, all. Lord, we thank you for your presence with us today. May the things we learned lead us closer to you. Help us take insight gained and use them to serve others. Guide our heart until we meet again. Amen. Good morning, everyone. I am Soumya Tony. I am well and I hope you will be also well. I would like to extend a warm welcome to our respected teacher for joining us today. We hope this day turns out to be as amazing as it starts. With that being said, let us start off with our class. I invite Rachel for today's thought. Thank you. Good morning, everyone. Today's thought of the day is the best preparation for tomorrow is doing your best today. Thank you and have a nice day. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good Good morning. morning, ma'am. Morning. Good morning, ma'am. Good morning. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു മാം. Okay, fine, very good. Okay, so last class എന്തായിരുന്നു? Record writing details ഒക്കെ എവിടം വരെയായി ഒന്ന് പറയാമോ? വണ്ണും ഫോർത്തും മാം പറഞ്ഞത് അതൊക്കെ പറഞ്ഞു തീർത്തു. ഇനിയിപ്പോ അടുത്ത മാസത്തേക്ക് ബാക്കിയുള്ള 2 റെക്കോർഡ് പറയാന്നാ പറഞ്ഞിരുന്നത്. ഓക്കെ, നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കല് ചെയ്ത് തുടങ്ങണം കുറേശ്ശെ ആയിട്ട് തന്നെയാണെങ്കിലും. കാരണം ഫസ്റ്റും ഈ ഫോർത്തും ചെയ്യാൻ അധികം സമയം വേണം തോന്നുന്നില്ല. ഉണ്ടോ? വേണോ? ഇല്ല, കംപ്ലീറ്റ് ആയി.
കംപ്ലീറ്റ് ആയി, വെരി ഗുഡ്. 2 ആഴ്ച മുന്നേ കംപ്ലീറ്റ് ആയി. നമ്മള് എക്സാമിന് മുമ്പായിട്ട്, നമ്മുടെ മെയിൻ എക്സാമിന് മുമ്പായിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിലാക്സ് ചെയ്തിരിക്കാം. എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ബാച്ചിന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ആകെ ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല. നമ്മളൊരു വൈവ അല്ലെങ്കിൽ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എക്സ്റ്റേണൽ എക്സാം പോലെയാണല്ലേ. അപ്പൊ വൈവ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ എക്സാം ഒരു ഡേറ്റ്, ഒരു ടൈം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ PSC എക്സാം നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? ഡിസംബർ ഒക്കെ ആവൂലേ മാം? എന്തായാലും ഡിസംബർ. ഡിസംബർ ഒക്കെ ആവൂലേ? നിങ്ങൾ ഏത് ബാച്ചായിരുന്നു ജോയിൻ ആയ മന്ത് ഏതാ? 13 batch, April. ഏപ്രിൽ. ഏപ്രിൽ. അപ്പൊ നമ്മളൊരു 10 months എന്ന് വിചാരിക്കുക. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒരു 10 months തീരുന്ന രീതിയിൽ. അപ്പൊ എന്തായാലും എപ്പോഴേക്കും ഫെബ്രുവരിക്കുള്ളിൽ എന്തായാലും നമ്മൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ. അതേസമയം പെൻഡിങ് ആവുമ്പോൾ വൈവ അറ്റൻഡ് ചെയ്യില്ല, അവസാനം പുറകെ പോയി ഓടി നടന്നൊക്കെയാണ് ഓരോരുത്തരും വൈവയ്ക്ക് കയറ്റുന്നത്. അങ്ങനെയൊന്നും വൈവയ്ക്ക് കയറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ മിനിമം മാർക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമുള്ള കാര്യം. അതുകൊണ്ടാണ് എല്ലാവരും വൈവയ്ക്ക് ജോയിൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ജോയിൻ ചെയ്യുമ്പോഴെങ്കിലും അവരുടെ മാർക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ജോയിൻ ചെയ്യാതിരുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുവാണെങ്കിൽ മിനിമം മാർക്ക് 100ൽ 36 കിട്ടുന്നു. മാം തന്നെ ആയിരിക്കും അതേ വേറെ പുതിയ മാം? എടുക്കുന്ന ടീച്ചേഴ്സ് ആര് വേണമെങ്കിലും ആവാം. മീൻസ് മോണ്ടിസോറി എടുക്കുന്ന ടീച്ചേഴ്സ് ആര് വേണമെങ്കിലും ആവാം. നമ്മൾ പുറത്തുനിന്ന് ശരിക്കും അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു വേണ്ട, അങ്ങനത്തെ ഇത് വേണ്ട. നമുക്ക് ശരിക്കും അറിയേണ്ടത് മോണ്ടിസോറി മെത്തേഡ് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാന്ന് മാത്രമാണ് വൈവ. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിൽ വൈവ ഒരിക്കലും കാണരുത്. ഞങ്ങളുടെയൊക്കെ വൈവ ഭയങ്കര ഭീകരമായിരുന്നു. ഞങ്ങൾക്ക് എക്സ്റ്റേണൽ ആവുന്നത് വൈവയ്ക്ക്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പോർഷൻസ് എവിടെ വരെയായി? എറിക് എറിക്സനെ കുറിച്ച് പറഞ്ഞു തീർത്തു മാം. ഇനി അടുത്തത് റിവ്യൂ. എന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. ഒരാളുടെ ലിങ്ക് മാത്രം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. മീൻസ് ഈ കുറെ കഴിയുമ്പോൾ എക്സ്പയർ ആയി പോകുന്നു. ചില അതൊക്കെ ഡൗൺലോഡ് ചെയ്തിടുമ്പോഴേ അതൊക്കെ പിന്നെ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം സെർച്ച് ചെയ്ത് നല്ല പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അതൊന്ന് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു. പേജ് നമ്പർ നമ്മള് ടെക്സ്റ്റിലെ കാര്യമില്ല കേട്ടോ പറയണത്. എറിക് എറിക്സന്റെ ആണോ പറഞ്ഞേ? ഏതായിരുന്നു പറഞ്ഞ? ജീൻ പിയാഗറ്റ് കഴിഞ്ഞോ? അതും കഴിഞ്ഞു, എറിക്സന്റെയും കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ദേവ് വൈഗോട്ടോസ്കിയുടെ ആണ് ഇനി പറയേണ്ടത്. ഓക്കെ, സോ വൈഗോട്സ്കി എന്നാണോ വിക്ടോസ്കി എന്നാണോ സ്പെൽ ചെയ്യുന്നത്? വെരി ബാഡ്, വൈഗോട്സ്കി അല്ലേ മാം? വെരി ബാഡ് ഇൻ സ്പെല്ലിംഗ് ഫോർ ദിസ് നെയിംസ്. വേറൊന്നും അത്ര കുഴപ്പമില്ല, പക്ഷെ ആളുകളുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പണിയാണ് എനിക്ക്. ഓക്കെ, വൈഗോട്സ്കി, റൈറ്റ്, ഓക്കെ ഫൈൻ. ഓക്കെ, സോഷ്യോ കൾച്ചറൽ തിയറി ആയിരുന്നു അദ്ദേഹത്തിന്റെ. എറിക്സന്റെയോ? പിയാഗറ്റിന് എന്തായിരുന്നു? പിയാഷെറ്റ്. യെസ്, പിയാഷെറ്റിന് എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞല്ലേ? എറിക്സണും പിയാഷെറ്റും ഒക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞ മാം. ഓക്കെ,
നമ്മൾ പറഞ്ഞിരുന്നു പിയാഷെറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു. കാരണം പറഞ്ഞല്ലോ നമ്മള് എന്തൊക്കെ ആളുകൾ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്താലും നമ്മൾ കുറെ കാലം അത് ഇങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അവരാണ് അത് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ കുറെ പേര് അതിനെ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അവരുടെ കോൺട്രിബ്യൂഷൻ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് അനാലിസ്റ്റുകൾ ഉണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെയും പിയാഷെറ്റിന്റെയും ഈ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസിനെ പലരും പല രീതിയിൽ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അതിനെ ഫോർ ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും മറിയ മോണ്ടെസോറിക്ക് അവരുടെ മെത്തേഡ് ഡിസൈൻ ചെയ്തതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്കും കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് അവരുടെ ഓരോന്നും ത്രൂ ആക്ടിവിറ്റി പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ അത് നോക്കിയാൽ മതി. ക്രിട്ടിസൈസ് അതൊക്കെ എന്തായിക്കോട്ടെ. പിയാഷെറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു എന്നാണ് ഈ അനാലിസ്റ്റുകളുടെ ഒരു കണ്ടുപിടുത്തം. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ലോൺലി ആയിരുന്നു, ഒറ്റയ്ക്ക് വളർന്ന കുട്ടികൾ അല്ലെ, സിംഗിൾ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്കും ആ ഒരു ആക്ടിവിറ്റി തന്നാൽ നന്നായിരിക്കും തോന്നുന്നു. ഇറ്റ്സ് ബെറ്റർ. അതായത് ഒറ്റ കുട്ടിയാണോ രണ്ടോ അതിൽ കൂടുതൽ കുട്ടികളാണോ നല്ലത്? രണ്ടോ അതിൽ കൂടുതൽ കുട്ടികൾ. ഓക്കെ, യു ക്യാൻ ഷെയർ യുവർ വ്യൂസ്. അത് പറയുമ്പോ തന്നെ വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കുട്ടിയാവുമ്പം കുട്ടിക്ക് ഒറ്റയ്ക്കായ ഒരു ഫീൽ ആവും, അങ്ങനൊക്കെ വരും. മാനസികമായി ബാധിക്കും. ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. ഷെയറിങ് അങ്ങനത്തെ ഷെയർ മൈൻഡ് വളരെ കുറവായിരിക്കും. ഷെയർ മൈൻഡ് വളരെ കുറവായിരിക്കും. ഭയങ്കര വാശിയായിരിക്കും അങ്ങനൊക്കെ. പിന്നെ മറ്റേ മുതിർന്ന കുട്ടിയെ കണ്ട് പഠിക്കും ഇളയുള്ള കുട്ടി. 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പേര് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ? ഓക്കെ, ലവ്ലി അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ആ ഒരു ഒബ്സർവേഷൻ അങ്ങനെയാണോ പറയുന്നത്? സ്വയം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഒറ്റ കുട്ടികളാണോ അതോ 2-3 പേരുള്ളവരാണോ? നിങ്ങൾക്ക് ഒറ്റ കുട്ടിയാണോ? 3 പേരുണ്ട് ഞങ്ങള്. മാം, ഞാൻ പറയുന്നത് എന്റെ കാര്യമല്ല. ഞാൻ ആഫ്റ്റർ മാരേജ് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഒറ്റ മോളാണ്, 2 ആൺപിള്ളേരാ. മോള് ഒറ്റ ആയതുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ളവര് എനിക്കും കൂടി ഷെയർ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ഒറ്റ മോളായതുകൊണ്ട് ഭയങ്കര പുന്നാരമാണ് വീട്ടില്. സിസ്റ്ററിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ 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 അതെ, സിസ്റ്റർ ഉണ്ടോ. അപ്പൊ ആള് അങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ മോളായതിന്റെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്ക്. എനിക്ക് ഇവരെല്ലാം അങ്ങനെ വന്നാലും പ്രശ്നമാണ്. അതൊരു ആക്സെപ്റ്റൻസിന്റെ ഒരു ലെവലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ഒറ്റ കുട്ടിയാവുമ്പോ എല്ലാ സൗഭാഗ്യങ്ങളും അതിന് കിട്ടില്ലേ? 2-3 പേരാകുമ്പോ അതങ്ങ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോ കുറഞ്ഞു പോകില്ലേ? എന്റെ മോള് 5 വയസ്സ് വരെ ഞങ്ങൾ വിചാരിച്ചു ഒറ്റ കുട്ടി മതിയെന്ന്. പക്ഷെ അവള് ആവശ്യപ്പെടാൻ തുടങ്ങി, എനിക്കൊരു അനിയത്തെ വേണം, ആർക്കും എനിക്ക് വേണം, എന്നാലും എനിക്ക് പറ്റുള്ളൂ മമ്മി എന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷെ എന്റെ മോള് പറയൂട്ടാ മിസ്, ഇളയവള് വന്നതിന് ശേഷം എന്നോട് സ്നേഹമില്ല, ഞാൻ മാത്രം മതിയായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതും പറയുന്ന പിള്ളേരുണ്ട്, അതും പറയും. ഇവള് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മോനായി കഴിഞ്ഞപ്പോ അവള് പറയും മമ്മിയും പപ്പയും അവനെയാണ് സ്നേഹിക്കണത് തന്നെ. പക്ഷെ ഞങ്ങള് കുറച്ചും കൂടി അവൾക്ക് കെയർ കൊടുത്തപ്പോ അത് ഓക്കെ ആയി. നമ്മൾക്കൊരു തിരിച്ചറിവ് കിട്ടുന്ന ഒരു ജേണിയും കൂടിയാന്ന് തോന്നുന്നു കുട്ടികൾ ഉണ്ടാവുമ്പോ നമ്മളുടെ മാറ്റം വരുന്നു. ശരിക്കും നമ്മളുടെ സ്റ്റാറ്റസ് മാറുവാണല്ലോ. അപ്പൊ സിംഗിൾ ചൈൽഡ് അല്ലെങ്കിൽ 2 or more എന്നുള്ളതില് എല്ലാരും കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ബാച്ചും അവരും സപ്പോർട്ട് ചെയ്തത് 2 or more ആണ്. നമുക്ക് ശരിക്കും ഇതൊരു ഡിബേറ്റ് സെഷൻ ആണ്. ഡിബേറ്റ് ആവുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈവൻ ദോ ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ 2ഉം അതിൽ കൂടുതലുള്ളവരെ പറഞ്ഞാലും നമുക്ക് ഡിബേറ്റ് നടത്താൻ വേണ്ടി നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ, അതിന്റെ ലിമിറ്റേഷൻസ് കൊണ്ട് നമുക്ക് ഡിബേറ്റ് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഒരു കുട്ടിയാവുമ്പോ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമല്ലോ, ഷെയർ ചെയ്ത് പോകില്ലല്ലോ, ഡിവൈഡ് ചെയ്ത് പോകില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലവ്ലി പറയണ്ടേ മുതിർന്ന കുട്ടികളെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ അതാണ്. അവിടെ ഏജ്
ഏജ് സ്പാൻ ആണ്, ഒറ്റ ഏജിലുള്ള കുട്ടികളല്ല. ഇപ്പൊ LKG എന്ന് പറഞ്ഞ 4.5 years അല്ലെ. പിന്നെ അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാരും ഒരേ ഏജ്, മേ ബി ഒരു ഹാഫ് ആൻ ഇയറിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ മന്ത്സിന്റെ വ്യത്യാസമൊക്കെ വരുള്ളൂ. പക്ഷേ മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികളിൽ ഏജ് സ്പാൻ ആണ് 3 വയസ്സ് തുടങ്ങിയിട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 3 to 6 ആ ഒരു ഏജ് സ്പാനിലുള്ള കുട്ടികളാണ്. അപ്പൊ അവിടെ കൊച്ചു കുട്ടികളുമുണ്ട്, എൽഡർ കുട്ടികളുണ്ട്. അപ്പൊ ഈ കുട്ടികൾ എപ്പോഴും എൽഡേഴ്സിനെ, അവർക്ക് ഇഷ്ടമുള്ളവരെ റോൾ മോഡൽ ആക്കാനായിട്ട് നോക്കും. അപ്പൊ എൽഡർ കുട്ടികൾ ചെയ്യുന്ന കണ്ട് അതുപോലെ അവർ ഫോളോ ചെയ്യും. എൽഡർ കുട്ടികൾ ഓൾറെഡി ആ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ 3 വയസ്സ് തുടങ്ങി വന്ന് അവര് നല്ല പോലെ പാകപ്പെട്ട് നോർമലൈസ്ഡ് ആയി എല്ലാ ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നു. ഒരു ഡിസ്റ്റർബൻസും സറൗണ്ടിങ്സിലും ഉണ്ടാക്കുന്നില്ല, മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്നില്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ കുട്ടികൾ അവരെ കണ്ട് പഠിക്കുക. അപ്പൊ അവരും അതുപോലെയാകും. അങ്ങനെ ഓരോരോ ഏജില് കുട്ടികള്, പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ അവർ ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് മേർജ് ആവുമ്പോൾ അവരിൽ വരുന്ന മാറ്റം അതാണ്. അവർക്ക് ആ സെൽഫിഷ്നെസ്, ആ മൈൻഡേ അവർക്കില്ല. അവർ ഷെയറിങ്, കെയറിങ്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പെക്ട്, അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവരുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഡിഫോമിറ്റീസ് ലൈക്ക് വയലന്റ് നേച്ചർ, അഗ്രസീവ്നെസ്, ഹോസ്റ്റിലിറ്റി, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ അല്ലെ, ഹോസ്റ്റിലിറ്റി, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ ചില കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം അങ്ങനെ മാറുക ഈ എൽഡേഴ്സുമായിട്ട് മേർജ് ചെയ്ത് പോകുമ്പോൾ. അപ്പം നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഡിബേറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പറയാം, ഒരു കുട്ടി മതി. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എക്സ്പെൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു കുഞ്ഞിനെ മാത്രം കെയർ ചെയ്ത് പോകാം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം, നല്ലൊരു ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു വീട് കൊടുക്കാം. 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അപ്പോഴേക്കും അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ, കൊടുക്കേണ്ട ക്വാളിറ്റി കുറഞ്ഞു പോകും. ലൈക്ക് നമ്മുടെ കയ്യിൽ അത്രയും കാശുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആളുകൾ പറയുമെങ്കിലും അതിനെ ഒന്ന് അതായത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ പറയുമെങ്കിലും കാര്യം ഇതാണ്, ചൈനയിൽ ഇപ്പൊ ഒരു കുട്ടി മാത്രം മതി എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടല്ലേ. പോപ്പുലേഷൻ, ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടിയും വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പിയാജറ്റ് ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആ ഒരു രീതിയിലായിരുന്നു. അദ്ദേഹം ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഏജിലും ഇതാണ്, ഓരോ ഏജിലും ഇതാണ്. അപ്പൊ അദ്ദേഹം വളർന്നതെന്ന് പറഞ്ഞാൽ വേറൊരാളെ കണ്ടിട്ടോ, വേറൊരു കുട്ടിയെ കണ്ടിട്ടോ, വേറൊരു കുട്ടിയുമായിട്ട് മിങ്കിളി ചെയ്തിട്ടോ അല്ല അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് കുറെ കടന്നുപോയത്. പക്ഷെ വൈഗ്ഡോസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സോഷ്യലൈസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി അതുപോലെ വളരെ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. അപ്പൊ ഇന്ററാക്ഷൻ വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ അപ്പൊ അദ്ദേഹം പറയുന്നത് കുട്ടികൾ സോഷ്യലൈസ് ചെയ്താൽ അവരിൽ ഡെവലപ്മെന്റ് വളരെ അമേസിംഗ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യിക്കണം, അവരെ ഇന്ററാക്ട് ചെയ്യിക്കണം, അപ്പോഴാണ് അവര് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിലൂടെ. കുറെ നമുക്ക് വായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതിലൊരു പിക്ചർ ഒക്കെ ഉണ്ട്, ഇങ്ങനെ കുട്ടികളെ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ്, അതാണ് വൈഗ്ഡോസ്കിയുടെ. അപ്പൊ ഒരാളിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ സറൗണ്ടിങ് കൾച്ചർ. ആ ഒരു ബുദ്ധിപരമായ വികാസം, ആ ഒരു വളർച്ച എന്ന് പറയുന്നത് സറൗണ്ടിങ് കൾച്ചറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു പിക്ചറിൽ കാണുന്നത് ഫാമിലിയുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആയിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അതിനു മുമ്പുള്ള പ്രെയർ, പിന്നെ എന്റർടൈൻമെന്റിൽ ഏർപ്പെടുന്നു, ഫുൾ ഫാമിലി, പാട്ടും ഡാൻസും എല്ലാമായിട്ട്. പിന്നെ വീട്ടിലെ കുറെ ജോലികൾ ചെയ്യുന്നു. വീട്ടിലിങ്ങനെ ഫാം ഒക്കെ ഉണ്ട്, പശു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ക്ലീനിങ്ങും എല്ലാം എല്ലാരും കൂടെ ചെയ്യും. അങ്ങനെ വളരെയധികം ഇന്ററാക്ഷനിലൂടെ ഫാമിലിയിൽ മാത്രമല്ല ഔട്ട്സൈഡ് പീപ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആണെങ്കിലും സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് വൈഗ്ഡോസ്കി പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും അല്ലെ. അടച്ചിട്ട് വളർത്തുന്ന ഒരു കുട്ടി, ഇന്നലെ ഒരു ബാച്ചിൽ അവർ പറയണ്ടായിരുന്നു, കുട്ടി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നു. ആ സമയത്താണ് കുഞ്ഞുണ്ടായി, കുഞ്ഞ് ചെറുതായിരുന്നു.
അപ്പോ പരിചയമില്ലാത്തത് കാരണം റൂമിനകത്ത് തന്നെ അടച്ച് അവർ ജീവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുക, അങ്ങനെ ഒരു ഷൈനസ്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മളിതിന് പറയും സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയും. അതായത് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഒരു കുട്ടികളെ പേടിക്കില്ലേ, ആങ്സൈറ്റി. അപ്പൊ സ്ട്രേഞ്ചർ ആങ്സൈറ്റി, അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് മാറി നിൽക്കാൻ പേടി, സെപ്പറേഷൻ ആങ്സൈറ്റി. കെയർ ഗീവർ ആരാണോ കുട്ടിയെ നല്ലപോലെ നോക്കുന്ന, അത് അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, രണ്ടുപേരുമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം. അപ്പൊ ആ ഒരു അവരിൽ നിന്നും ദൂരേക്ക് മാറ്റപ്പെടുമ്പോൾ, അതായത് മറ്റു കുട്ടികളുമായി കളിക്കാനായിട്ട് ഒക്കെ പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുന്ന അവര് പോവില്ല. കാരണം അവര് അത് ശീലിച്ചിട്ടില്ല. സോഷ്യലൈസ് ചെയ്യാനായിട്ട് അവര് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ അവർക്കൊരു സെപ്പറേഷൻ ആങ്സൈറ്റി, അമ്മയെ കാണാതാവുമ്പോ, അച്ഛനെ കാണാതാവുമ്പോ, അല്ലെങ്കിൽ അവരുടെ കെയർ ഗീവർ ആരാണോ അവരെ കാണാതാവുമ്പോ വരുമ്പോ ഇവർക്കൊരു തരം ആങ്സൈറ്റി വരും. ദാറ്റ് ഇസ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഡെവലപ്ഡ് ആകും, അവർ ക്യൂരിയസ് ആകും, അവർ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കും എന്നാണ് പറയുന്നത് സോഷ്യലൈസ് ചെയ്യാൻ. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളില്ലാതെ അവരെ എവിടെയെങ്കിലും വിടുക, അല്ലെങ്കിൽ അവനെ ഇവൻ കളിക്കാനാണെങ്കിലും എവിടെയെങ്കിലും വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ടെൻഷൻ ഉള്ള ഒരു കാലമാണ്. കുട്ടികൾക്ക് പല രീതിയിലുള്ള അപകടങ്ങളും ഉപദ്രവങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണല്ലോ. അതെ മാം, എൻ്റെ ഗ്രാൻഡ് സൺ ജനിച്ചത് കൊറോണ ടൈമിലായിരുന്നേ. അപ്പൊ പുറത്ത് ഒന്നും കൊണ്ടുപോകാതിരുന്നാണ്. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആരെ കണ്ടാലും കരച്ചിലായിരുന്നു, ആരെ കണ്ടാലും പുറത്തൊരു ആവശ്യം ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, ഒന്നിനും പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേശ്ശെ ഇപ്പൊ എല്ലാം ഒക്കെ ആയപ്പോ കുറേശ്ശെ ഡെവലപ്ഡ് ആയി. ഓക്കെ. പാരന്റ്സ്, കെയർ ഗിവേഴ്സ്, പീർ ഗ്രൂപ്പ്, ഒരേ ഏജിലുള്ള കുട്ടികൾ, ആൻഡ് കൾച്ചർ, അതെല്ലാമാണ് ഹയർ ഓർഡറിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികളിലെ ഒരു നല്ലൊരു റോളാണ് പ്ലേ ചെയ്യുന്നതെന്നാണ് വിറ്റോസ്കി പറയുന്നത്. അതായത് ഇന്ററാക്ടിങ് വിത്ത് അതർ പീപ്പിൾ, അതിലാണ് ലേണിംഗ്, അതിലാണ് ഡെവലപ്മെന്റ് വരുന്നത്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ മുഴുവനൊന്നും വയ്ക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു കമ്പാരിസൺ വിറ്റോസ്കിയുടെയും അതുപോലെ തന്നെ പിയാജറ്റിന്റെയും. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡെവലപ്മെന്റ്. അദ്ദേഹം അതാണ് പറയുന്നത്, സോഷ്യൽ ഫാക്ടേഴ്സ്. ആ ഒരു ഫാമിലി എങ്ങനെ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അവരുടെ കൾച്ചർ, അവർ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു, ആ സോഷ്യൽ ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ കൾച്ചറിനനുസരിച്ച് ഡെവലപ്മെന്റ് മാറാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലുള്ള കൾച്ചർ ആവണമെന്നില്ല ചൈനയിൽ വരുന്നത്, ജപ്പാനിൽ വരുന്നത്, UK-യിലുള്ളത്. അതുകൊണ്ട് കൾച്ചർ മാറുന്നു. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കൾച്ചർ ആണല്ലേ. ഈവൻ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ പല ഡിസ്ട്രിക്ട് ഉണ്ട്. ഇപ്പോ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി ട്രാൻസ്ഫർ വന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് വീട് മാറിപ്പോകുന്നു, ഒക്കെ നമുക്ക് ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ, അതിന് ചിലപ്പോ ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പൊ ഡെവലപ്മെന്റ് ക്യാൻ ഡിഫർ ബിറ്റ്വീൻ കൾച്ചേഴ്സ്. അത് എങ്ങനെയുള്ള കൾച്ചർ ആണെങ്കിലും ആ ഒരു ഡിഫറൻസ് വരാം. ചില കുട്ടികള് ഒരു സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ ആയിരിക്കും വളർന്നു വന്നത്, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴേക്കും അവർക്ക് ഭയങ്കര വ്യത്യാസങ്ങൾ വരും. ചില കുട്ടികളെ ചെറുപ്പത്തിലെ ബോർഡിങ്ങിലാക്കുമ്പോൾ അല്ലെ അവർക്ക് ഭയങ്കര ഒരു ട്രോമയായിരിക്കും, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ചില കുട്ടികൾക്ക് അത് വരുന്നത്. ആ വീട്ടിൽ നിന്നും കൊണ്ടുപോയിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോർഡിങ്ങിലാക്കുമ്പോൾ അതാണ് കൾച്ചർ ഡിഫറൻസ്. അങ്ങനെയും വന്നു, വീട്ടിലൊരു കൾച്ചർ അല്ല ആ ഒരു ബോർഡിങ്ങിലുള്ളത്. അത് ഡെവലപ്മെന്റ് കൾച്ചറിനനുസരിച്ച് മാറ്റാം. പിയാജറ്റ് പറയുന്നത് ചൈൽഡ്ഹുഡ് ഇന്ററാക്ഷൻസ് ആൻഡ് എക്സ്പ്ലോറേഷൻസ് ഇൻഫ്ലുവൻസ് ഡെവലപ്മെന്റ്. കുട്ടികൾ ചൈൽഡ്ഹുഡില് അവരുടെ ഒരു ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ, interaction with other persons and interaction with environment, സറൗണ്ടിങ്സുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻസ്, അത് അവരുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് അറിയില്ല, ഞാൻ കണ്ടൊരു മൂവിയുടെ കാര്യം. എന്തായാലും സ്പോയിലർ ആകുന്നില്ല, മൂവിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ബട്ട് അതിലൊരു കുട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഒരു കുട്ടി മീൻസ് അവനൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ഏജ് ആയിരിക്കാം, പക്ഷെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവൻ ADHD ആണ് പ്രശ്നം.
അപ്പൊ അവൻ അടങ്ങിയിരിക്കില്ല. ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വരെയും തലകുത്തി നിൽക്കുക, ചാടി മറിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കൂടെ ചാടുക, അങ്ങനെ ഓരോന്ന് അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നേരത്തും അടങ്ങിയിരിക്കില്ല. ആ കുട്ടിയെ വീട്ടിലൊരു റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് പാരന്റ്സ് ജോലിക്ക് പോകുന്നത്. ADHD കാരണം ഈ കുട്ടിയെ ഒരു സ്കൂളിൽ അയക്കുന്നില്ല. കാരണം ടീച്ചേഴ്സ് കംപ്ലൈന്റ് അല്ല പറഞ്ഞത്, അതൊരു നല്ല സ്കൂളായിട്ട് എനിക്ക് തോന്നിട്ടോ. ടീച്ചേഴ്സ് പറഞ്ഞു അവന് നല്ല കാലിബർ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്, പക്ഷെ അവനെ നിങ്ങളൊരു ഷാഡോ ടീച്ചറിനെ സപ്പോർട്ട് എടുക്കണം, എന്നാൽ മാത്രമാണ് അവന് എഡ്യൂക്കേഷനിൽ കറക്റ്റ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഷാഡോ ടീച്ചർ എന്ന് പറഞ്ഞാൽ അറിയോ? ഇല്ല മാം. മനസ്സിലാവില്ല. ഒരു റെമഡിയൽ ടീച്ചിങ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. സാധാരണ ക്ലാസ് റൂമിൽ ഇരുന്ന് അവന് പഠിക്കണമെങ്കിൽ അവന്റെ കൂടെ ഒരു റെമഡിയൽ ടീച്ചർ ഉണ്ടായിരിക്കണം. സൈക്കോളജിക്കലി നല്ല രീതിയിൽ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയൽ ടീച്ചർ, ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് വേണം. അതാണ് ഈ ഷാഡോ ടീച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ പ്രോബ്ലം മനസ്സിലാക്കി അവനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിച്ചത്, അതിൽ ആ കുട്ടിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് കാണിച്ചതും കുട്ടിയോട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നുള്ള ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ KG സെഷനിൽ ആദ്യമായിട്ട് ലെറ്റേഴ്സ് അവരെ ഫെമിലറൈസ് ചെയ്യിക്കുമ്പോൾ അവര് നമ്മൾ ആദ്യം കുറച്ച് എന്താ പറയാ സ്ട്രെയിറ്റ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അങ്ങനെയൊക്കെ കുറെ ലൈൻസ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ ആൽഫബറ്റ്സിലേക്ക് വരുന്നത്. അപ്പൊ ഈ ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോൾ ഇവരത് എഴുതാൻ തുടങ്ങുന്നു. റിപ്പീറ്റഡ്ലി ആയിട്ട് അവർ എഴുതി കഴിയുമ്പോഴേക്കും അവർ ആ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പെട്ടെന്ന് അവർ പഠിക്കും, അല്ലെ? ഈ കുട്ടി കറക്റ്റ് ആയിട്ട് എഴുതും, ബട്ട് അറ്റ് ദ സെയിം ടൈം ആ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവൻ നിർത്തില്ല. അവിടെ നിന്ന് വീണ്ടും ഇവൻ ഇങ്ങനെ വട്ടം ചുറ്റി വരച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഴുതാൻ പറഞ്ഞവൻ എഴുതും, പക്ഷെ അവൻ അവിടെ നിൽക്കില്ല. അവനിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ, സൈക്കോളജിക്കലി ഇവനെ മനസ്സിലാക്കി ഇവനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീച്ചർ ഇവന്റെ കൂടെ ഉണ്ടാകണം എന്നാൽ നന്നായിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാലും, പക്ഷെ പാരന്റ്സ് കൺവിൻസ്ഡ് ആകുന്നില്ല. അമ്മ ഓക്കെയാണ്, പക്ഷെ അച്ഛനൊട്ടും ആ ഒരു കാര്യമായിട്ട് യോജിച്ചു പോവില്ല. ഇവരുടെ ജോബിന്റെ സ്ട്രെസ്സും, അത് ഷാർജയിലോ മറ്റുമാണ്. അപ്പൊ ജോബിന്റെ സ്ട്രെസ്, അമ്മ നഴ്സും അച്ഛൻ ബാങ്കിലെ ഉദ്യോഗസ്ഥനുമാണ്. അപ്പം അമ്മയ്ക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടിയും എക്സ്ട്രാ ഷിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അമ്മ പോകുമ്പോൾ അച്ഛൻ എത്തിയിട്ടില്ലെങ്കിൽ, ഓഫീസിൽ നിന്ന് ആളെത്തിയിട്ടില്ലെങ്കിൽ കുട്ടിയെ ഒരു റൂമിനകത്താക്കി ലോക്ക് ചെയ്തതിന് ശേഷം കീ കൊണ്ടുവന്ന ഒരു ഫ്ലാറ്റ്, പുറത്തൊരു ഷൂ റാക്ക് ഉണ്ട്, ഷൂവിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടാണ് ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ഈ മൂവിയിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ADHD കുട്ടിക്ക് ശരിക്കുമുള്ള തെറാപ്പിയോ ഇന്റർവെൻഷനോ കിട്ടിയിട്ടില്ലല്ലോ. ഈ കുട്ടി ആക്സിഡന്റലി ആസിഫ് അലിയുമായിട്ട് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇവര് തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുന്നു. അത് ഈ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്. ആസിഫ് അലിയും ആ കുട്ടിക്കും പുറത്ത് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത്. കൂടുതൽ പറയുന്നില്ല, കാരണം അതൊക്കെ അതിലത്തെ ഒരു സസ്പെൻസ് ആണ്. സ്പോയിലർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം. നമ്മൾ ഈ ഒരു ഫീൽഡിൽ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ മൂവീസ് നമ്മൾ കാണുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അതിൽ അങ്ങനെ പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ അവൻ ആദ്യമായിട്ട് അന്ന് അവന്റെ ലൈഫില് ആകാശവും നക്ഷത്രങ്ങളും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഇതിൽപ്പെടുന്നതാണോ? ഓട്ടിസം എന്ന് പറയുമ്പോൾ പല ലെവൽസ് അല്ലേ? ഓട്ടിസത്തിന് പല ലെവൽസ് ഉണ്ടല്ലോ. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേരല്ലേ മാം? അതെ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേരാണിത്. അത് പക്ഷേ ശരിയായ ഇന്റർവെൻഷനിലൂടെ ഹൈപ്പർ ആക്ടിവിറ്റി മാറും. പിന്നെ ഓട്ടിസത്തിന്റെ ചില ഗ്രേഡ്സ് കറക്റ്റ് ഏജിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ശരിയായ ഇന്റർവെൻഷനിൽ അതും മാറും. അതിന്റെ ലെവൽ കൂടുതലാണ് ഇന്റർവെൻഷനിലൂടെ മാറ്റാൻ പറ്റാത്തത്. പക്ഷെ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് അവരെ അതിനനുസരിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ കുട്ടിയുടെ ആ ഒരു ADHDയുടെ എഫക്റ്റ് കുറയുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാകുന്നത് ആണ് ആ മൂവിയിൽ കാണിക്കുന്നത്. നിങ്ങൾ പറ്റിയാൽ ഒന്ന് കാണും. വളരെ സിമ്പിൾ ഒരു മൂവി, സർക്കീട്ട് മൂവിയുടെ പേര്. ക്യാൻഷിറ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ലാർജ്ലി യൂണിവേഴ്സലാണ്. ഇവര് രണ്ടുപേരും പറഞ്ഞതിലെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇന്ററാക്ഷൻസ്, എക്സ്പ്ലോറേഷൻ. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോ
ആളുകൾ ഇതിനെ അനലൈസ് ചെയ്തപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രണ്ടുപേരുടെയും വളർച്ചാ കാലഘട്ടങ്ങൾ, അപ്ബ്രിങ്കിങ്സ് അതുപോലെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും രണ്ട് രീതിയിൽ, വൈഡോസ്കി സ്ട്രോങ് കൾച്ചറൽ ടൈസ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം വളരെ കണക്റ്റഡ് ആയിരുന്നു ഫാമിലിയുമായിട്ടും സൊസൈറ്റിയിലും ചുറ്റുമുള്ളവരുമായിട്ടും. പക്ഷെ പിയാഷറ്റ് ഒരു ലോൺലി ചൈൽഡ്ഹുഡ് അങ്ങനെ അനുഭവിച്ച ഒരാളായിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വായിക്കാനൊക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ചൊക്കെ നോക്കുക. കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവരുടെയൊക്കെ ബുക്സ് ഒക്കെ എപ്പോഴെങ്കിലൊക്കെ വായിക്കാനൊക്കെ കിട്ടുവാണെങ്കിലൊക്കെ വായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കുറെയൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ആ രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ആള് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്റ്റേജസ് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം നേരിട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ പല ഒബ്സർവേഷൻസും. അദ്ദേഹം സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഓരോ ഏജിലും കുട്ടികൾക്ക് ഓരോ ഡിസയർ ഉണ്ട്, സെക്ഷൽ ഡിസയർ ഉണ്ടെന്നാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അതിന് ആളുകൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. ചെറിയ പ്രായത്തിൽ അത് എങ്ങനെയാ വരിക. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം രണ്ട് കാറ്റഗറിയെ മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് മെയിൽ ഫീമെയിൽ മാത്രം. നമ്മളുടെ ലോകത്ത് ഈ രണ്ട് കാറ്റഗറി മാത്രമല്ലല്ലോ ഉള്ളത്, അതർ ജെൻഡേഴ്സും ഉണ്ട് അല്ലെ. ട്രാൻസ് ഉണ്ട്, ട്രാൻസ് മെൻ ഉണ്ട്, ട്രാൻസ് വുമൺ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ അതർ ജെൻഡറിൽ പെടുന്നവരുണ്ട്, ഹോമോസെക്ഷൽ ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ആളുകൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ സൈക്കോ അനാലിറ്റിക് തിയറീസ് വളരെ ഫേമസ് ആണ്. സൈക്കോളജി പഠിക്കാൻ തുടങ്ങുന്ന ആള് തീർച്ചയായിട്ടും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത്. അദ്ദേഹമാണ് സൈക്കോളജിയെ കുറിച്ചുള്ള കുറെ ആധികാരികമായ വിവരങ്ങള്, ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അത് കറക്റ്റ് തന്നെയാണ് അല്ലെ. നമ്മളുടെ ചൈൽഡ്ഹുഡിലെ ചില ട്രോമാസ് വലുതായി കഴിയുമ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും. ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന ചില ട്രോമാസ് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഓർമ്മയിലുള്ളതാണെങ്കിൽ നമുക്കറിയാം 3 ഇയേഴ്സിന് ശേഷം ഉള്ളത് മിക്കതും നമുക്ക് ഓർമ്മയുണ്ടാവും. 3 വയസ്സിന് താഴെ ചെറിയ ആ ഒരു ഏജിലുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും ഓർമ്മയുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഐക്യമുള്ളവരൊക്കെ ആയിരിക്കും. എന്നാലും 3 ഇയേഴ്സിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ തന്നെ വളരെ ചെറുപ്രായത്തിലെ കാര്യം ഓർമ്മയുണ്ടാവില്ലായിരിക്കും. പക്ഷെ ആഫ്റ്റർ 3 ഇയേഴ്സ് നമുക്ക് പലതും ഓർമ്മയുണ്ടാവും. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആക്കിയ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ പിന്നെയും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര വലുതായാലും അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പല എക്സ്പീരിയൻസും നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവും. ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസും നമ്മളുടെ ഡെവലപ്മെന്റിനെ തടയും. അപ്പൊ ചൈൽഡ്ഹുഡ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹം 5 സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തത്. എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്നവരെയും ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം കൊടുത്തത്. ഓറൽ ത്രൂ മൗത്ത് ഫ്രം ബർത്ത് ടു 1 ഇയേഴ്സ്. ജനിച്ച 1 വയസ്സാകുന്ന വരെ. ജനിച്ച 1 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടി ഫീഡിങ് നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ അതാണ് അദ്ദേഹം ഓറൽ സ്റ്റേജ് എന്ന് അതിന് പേര് കൊടുത്തത്. ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓറൽ സ്റ്റേജ് ബർത്ത് തുടങ്ങി 1 ഇയർ. ഓരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ബർത്ത് ടു 1 ഇയർ. ഇതില് മൗത്ത് ആണ് ആ ഒരു മീഡിയം എന്ന് പറയുന്നത്. പ്രൈമറി സോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഒക്കേഴ്സ് ത്രൂ ദി മൗത്ത്. അതായത് സക്കിയ അല്ലെ, പാല് വലിച്ചു കുടിക്കുന്നു, പിന്നെ ഭക്ഷണം എല്ലാം ആ ഒരു സക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ് നടക്കുന്ന ഒരു ഏജ്. അപ്പൊ അങ്ങനെ ആ ഒരു സക്ക് ചെയ്യുന്ന പ്രോസസ്സിലൂടെ കുട്ടി ഭയങ്കര ഒരു ഹാപ്പിനെസിന്റെ പീക്കിലെത്തുന്നു എന്നാണ് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഓറൽ സ്റ്റിമുലേഷൻ, അതായത് മോസ്റ്റ് പ്രോബബ്ലി അമ്മയുടെ പാലായിരിക്കും കുട്ടി സക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കുപ്പി പാലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഓറൽ സ്റ്റിമുലേഷൻ കുട്ടിക്കൊരു ട്രസ്റ്റും കംഫർട്ടും കുട്ടിയിൽ ഉണ്ടാക്കുന്നു. നമ്മൾക്കറിയാം ആ ഒരു സമയത്ത് നമുക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളോട് ഭയങ്കര നമ്മൾ നേരത്തെ ഒരു സ്റ്റേജിലും പറയുന്നുണ്ടല്ലോ. ആരുടെ സ്റ്റേജിലായിരുന്നു പറഞ്ഞത്? എറിക്സന്റെ ആണോ? അല്ലെ? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കെയർ ഗീവർ ഫുഡും എല്ലാം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാണ്. കാരണം കുട്ടി ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ കുട്ടിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ട്രസ്റ്റ്, ഒരു കംഫർട്ട് ആണ് ആ വ്യക്തിയുമായിട്ട്. ആ ആളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് വാശിയെടുക്കുമായിരിക്കും. സെപ്പറേഷൻ ആൻസൈറ്റി. നെക്സ്റ്റ് ഏനൽ സ്റ്റേജ്. ഏജ് റേഞ്ച് 1 year തുടങ്ങി 3 years ആണ്. അതായത് ആ ഒരു ടൈമിലാണ് കുട്ടിക്ക് ബവൽ മൂവ്മെന്റും ബ്ലാഡർ കൺട്രോളും കറക്റ്റ് ആയിട്ട് വരുന്നത്. ബവൽ മൂവ്മെന്റും ബ്ലാഡർ കൺട്രോളും വരുന്നത് ആ 1 to 3 yearsലാണ്. നമ്മള് പോട്ടി ട്രെയിനിങ്ങും എല്ലാം ആകുന്നതും കറക്റ്റ് അറിയാം. ബെഡ് വെറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരുന്നു. കറക്റ്റ് യൂറിൻ പാസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് കറക്റ്റ് മനസ്സിലായി ഇത് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതും മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ യൂറിൻ മോഷൻ പോകുന്ന ആ സമയത്ത് കുട്ടി വല്ലാത്തൊരു ഡിസയർ ആണെന്നാണ് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ ഒരു കൺട്രോള്, ആ ഒരു കൺട്രോൾ വരുമ്പോൾ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്, കുട്ടി ഇൻഡിപെൻഡന്റ് ആവുകയാണ് അല്ലെ, തന്നെത്താനായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നു. അപ്പൊ സംതിങ് ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു ഷൈനസ് ഉണ്ട്. ഷൈനസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ആ ഒരു ഇൻഡിപെൻഡന്റ് ആവുന്നു, കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു അച്ചീവ്മെന്റ്, യെസ് ഐ ക്യാൻ ഡു ബൈ മൈ സെൽഫ് എന്നുള്ള രീതിയിൽ വരും. ഇതിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം പാരന്റ്സ് ആണല്ലോ ടോയ്ലറ്റ് ട്രെയിനിങ് ആദ്യം കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടത്. കുട്ടിക്ക് അത് മനസ്സിലായി വരണം. പാരന്റ്സ് അതിന്റെ ട്രെയിനിങ് ആദ്യം കൊടുക്കുമ്പോൾ പിന്നെ കുട്ടിക്ക് അറിയാം എപ്പോഴാണ് എനിക്കിത് ഈ ഒരു സെൻസേഷൻ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാരന്റ്സ്. ടോയ്ലറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതും അതിന്റെ ഒരു ടൈമും പോസിറ്റീവ് ഔട്ട്കംസ് അതിനെ എൻകറേജ് ചെയ്യുന്നു, കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു, കേപ്പബിൾ ആൻഡ് പ്രൊഡക്റ്റീവ്. അപ്പൊ പാരന്റ്സിന്റെ ആ സപ്പോർട്ടാണ് കുട്ടിക്ക് ഫീൽ ഉണ്ടാക്കുന്നത്, യെസ് ഐ എം കേപ്പബിൾ, പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോ ഈ ഒരു സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണെങ്കിൽ, അതായത് ആ ഒരു ഇൻഡിപെൻഡന്റ് ടോയ്ലറ്റ് ട്രെയിനിങ് സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണെങ്കിൽ കുട്ടികളെ ബിക്കം കോമ്പിറ്റന്റ്, പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അഡൾട്ട്സ് ആയിട്ട് മാറുന്നു. അവർ അഡൾട്ടായി മാറുമ്പോൾ തന്നെ അവർക്ക് ഇത് ഏതോ ക്ലാസ്സിലൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു മാരേജ് നടന്ന അന്ന് തന്നെ ആ ഒരു ബ്രൈഡിനെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയ ഒരു സംഭവം ഒരു ഷെയർ ചെയ്യണ്ടായി. നിങ്ങളുടെ ക്ലാസ്സിലാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ബെഡ് വെറ്റിംഗ് ഉണ്ടെന്ന്, ആ ഒരു അതെന്തെങ്കിലും മസിൽസ് ലൂസ് ആയതിന്റെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു ട്രീറ്റ്മെന്റിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ മാരേജ് ഇതായി പോയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കറക്റ്റ് സപ്പോർട്ടാണ് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടികൾക്ക് അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. അവർക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ്, കേപ്പബിൾ അത് ഫീൽ വരും. പക്ഷെ ചില പാരന്റ്സ് ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാതിരിക്കും. അപ്പൊ കുട്ടികൾക്ക് അത് കറക്റ്റ് ആ ഒരു സെൻസേഷൻ ഒന്നും മനസ്സിലാവില്ല. അവർക്ക് ബോഡി കൺട്രോളും പവർ കൺട്രോളും ഒന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ നിൽപ്പിൽ തന്നെ യൂറിൻ പാസ് ചെയ്യോ അല്ലെങ്കിൽ ബെഡ് വെറ്റ് ചെയ്യോ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ പാരന്റ്സ് അവരെ പണിഷ് ചെയ്യാറുണ്ട്, കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടി വളരെ ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യും, ഷെയിം ആയിട്ട്, എപ്പോഴും ഇൻസൾട്ടഡ് ആയിട്ട് ഷെയിമായി അങ്ങനെ ആ രീതിയിലേക്ക് പോകും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈ ചൈൽഡ്ഹുഡിലെ ഓരോ സമയങ്ങളിലും ഓരോ സ്റ്റേജിലുമാണ് വരുന്നത്. ഇപ്പൊ പാരന്റ്സ് ആ ഒരു ടൈമിൽ ഇപ്പൊ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് പ്രോപ്പർ ടൈമിൽ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടിയുടെ
ഓരോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുട്ടി കേപ്പബിൾ ആകും, ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. അല്ലാത്തപ്പോ കുട്ടിക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ഒരു യെസ് ഐ ക്യാൻ ഡു എന്നുള്ളത് നേരെ മാറി ഒരു ഇൻഫീരിയർ ഫീലും ഇൻസൾട്ടഡ് ആയിട്ടും ഷെയിം ആയിട്ടും ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് 3 to 6 years ആണ്. 3 to 6 years എന്ന് പറയുമ്പോഴേക്കും ഈ ഫാലിക് സ്റ്റേജിലെ പ്രൈമറി ഫോക്കസ് ജെനിറ്റൽസ് ആണ്. ഈ ഒരു സമയത്ത് ജെനിറ്റൽസ് ആണ്. കുട്ടികൾ ഡിഫറൻസസ്, മെയിൽസ് ഫീമെയിൽസ് ആ ഒരു ഡിഫറൻസ് ഇവർ മനസ്സിലാക്കുന്നതാണ് പറയുന്നത് ഈ ഒരു ഏജില്. ഇവിടെ ഈഡിപ്പസ് കോംപ്ലക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ബോയ്സിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആണ് ഈഡിപ്പസ് കോംപ്ലക്സ്. കാരണം അവര് അമ്മയോട് ഭയങ്കര ക്ലോസ് ആയിരിക്കും അല്ലെ ബോയ്സ് പൊതുവെ. അപ്പൊ അച്ഛൻ അമ്മയോട് അടുപ്പം കാണിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അതിനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈഡിപ്പസ് എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ ഗ്രീക്ക് പുരാണത്തിലെ എങ്ങാണ്ട് ഒരു ക്യാരക്ടറാണ്. ഈജിപ്ഷ്യൻ അല്ല കേട്ടോ, ഗ്രീക്ക് പുരാണത്തിലെ ഒരു ക്യാരക്ടറാണ് അത്. ജനനിയെ പരിണയിച്ച ഈഡിപ്പസ്, അങ്ങനെ കേട്ടിട്ടില്ലേ? അമ്മയെ കല്യാണം കഴിക്കുവാണ് ഈഡിപ്പസ്. അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. പറയില്ലേ മാം, ആൺകുട്ടികൾക്ക് അമ്മമാരോടായിരിക്കും അറ്റാച്ച്മെന്റ് സ്നേഹവും, പെൺകുട്ടികൾക്ക് അപ്പനോടായിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അവരുടെ ആദ്യത്തെ ഹീറോ അപ്പനായിരിക്കും, പെൺകുട്ടികളുടെ മക്കളുടെ ആണെങ്കിൽ ആദ്യത്തെ ഹീറോയിൻ അമ്മയായിരിക്കും എന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അമ്മയോട് അച്ഛൻ സ്നേഹം കാണുമ്പോൾ ഇവർക്ക് സഹിക്കില്ല. ഈ ഒരു പ്രായത്തിൽ കേട്ടോ, 2 to 3 to 6 years അവർക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യം വരും. ഇവിടെ തന്നെ ഹസ്ബൻഡ് മോനെ കളിയാക്കാനായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അവനെ കുഞ്ഞായിരുന്നപ്പോ ഇതെന്റെ ഭാര്യ എന്ന്. അപ്പൊ ഇവന് ഈ ഭാര്യ എന്നുള്ളത് എന്താ സംഭവം, റോൾ എന്താന്ന് അറിയില്ല. അപ്പൊ ഇവൻ പറയില്ല എന്റെയാന്ന് പറയും. ഈഡിപ്പസ് കോംപ്ലക്സ്. പിന്നെ വലുതായപ്പോഴാണല്ലോ ഭാര്യ എന്ന് പറയുന്നത് എന്താന്ന് ആൾക്ക് മനസ്സിലായത്. അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ സൈഡിൽ നിന്നുണ്ട്. അമ്മയും അച്ഛനും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ പെൺകുട്ടികൾക്ക് അമ്മയോടൊരു കുശുമ്പ്, ദേഷ്യം. അതാണ് ഇലക്ട്ര കോംപ്ലക്സ്. ഇതൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. സെക്സ് ഓർഗൻസിന്റെ ഇത് വെച്ചിട്ടാണ് ഫ്രോയിഡ് ഈ ഒരു സ്റ്റേജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നത്. കാരണം ജെനിറ്റൽസ്, മെയിൽ ഫീമെയിൽ ജെനിറ്റൽസിന്റെ ഡിഫറൻസ് അവർ മനസ്സിലാകും. അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനെയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു കേട്ടോ. ദ ലേറ്റന്റ് പീരീഡ്, അതായത് 6 to puberty, ആ ഒരു വളർച്ചയാകുന്ന ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം മനസ്സിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ആ ഒരു സമയത്ത് കുട്ടിക്ക് ഇതുപോലുള്ള പല ഇമോഷൻസും ഫീലിങ്സും അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പീർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ്, അത് പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടിയുടെ പീർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് എങ്ങനെയുള്ളതാണെന്ന് നോക്കണം. അത് കുഴപ്പമില്ലാത്ത ഹെൽത്തി ആണോ എന്നുള്ളത് പാരന്റ്സ് ഉറപ്പാക്കണം. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഹോബീസും അതുപോലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സമയത്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ കുട്ടി പോകും. അപ്പൊ ആ ഒരു ടൈമിലാണ് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ഡ്രോയിങ്ങോ മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഡീവിയേറ്റ് ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും. കുട്ടിയായിട്ട് പാരന്റ്സ് നല്ല അടുപ്പം ഉണ്ടായിരിക്കണം, നല്ല ക്ലോസ് ആയിരിക്കണം. കാരണം അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് വന്നു, ആ ഇമോഷൻസ് വന്നു, അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് പാരന്റ്സുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ജെനിറ്റൽ സ്റ്റേജ്, പ്യൂബർട്ടി ടു ഡെത്ത്. അതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. മെച്യൂർ, സെക്ഷൽ ഇൻട്രസ്റ്റ് ഒക്കെ മെച്യൂർ ആവുന്നു, ഒരു പാർട്ട്ണറെ കാണുന്നു, ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നു, പാർട്ട്ണറെ കാണുന്നു, ലൈഫ് സെറ്റിൽ ആക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ, മറ്റുള്ളവരുടെ വെൽഫെയറിൽ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നു. അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്.
പിന്നെ പലപ്പോഴും പഠിക്കുന്നവരുണ്ടാകും, ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും, പേഴ്സണൽ ലൈഫ് ഉണ്ട്, പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്. ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ സ്റ്റേജസ് എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ നല്ലൊരു വെൽ ബാലൻസ്ഡ്, വാം ആൻഡ് കെയറിംഗ് പേഴ്സണൽ ആയിട്ട് മാറും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ദാറ്റ് വിൽ അഫക്ട് ഇൻ ദിസ് സ്റ്റേജ്, ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അഫക്ട് ആവും. അതിന്റെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഫോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെയായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യങ്ങൾ. കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തു, കാരണം ഇത് ആകെ 2 കാറ്റഗറിയെ മാത്രം ബേസ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തത്. പിന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്തത് മെൻസ് ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രമാണ്. വിമൻസ് ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം അധികം കാര്യമായിട്ടൊന്നും മെൻഷൻ ചെയ്തില്ല. അതും ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളൊരു തിയറി പോസ്റ്റുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റണം. അങ്ങനെയാണല്ലേ തിയറി എന്ന് പറയുമ്പോൾ, അങ്ങനെയാണ്. അതിനെ സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പിന്നെ വളരെ വേഗാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രഡിക്ഷൻസും. സോ അതുകൊണ്ട് അത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പറയുന്നത്, ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ. ശരിക്കും സൈക്കോളജിയിലാണ് അദ്ദേഹം കൂടുതൽ അനാലിസിസ് ഒക്കെ നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ഏതെങ്കിലും കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടതാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ക്രിട്ടിസൈസ് ചെയ്തവര് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ഏതൊക്കെയോ കേസ് സ്റ്റഡി, ആളുകളുടെ എന്തെങ്കിലും കേസ് സ്റ്റഡീസ് വന്നു കാണാം, അത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതെല്ലാം എഴുതിയെന്നാണ് ഒരു ക്രിട്ടിസൈസ് പറയുന്നത്. പിന്നെ ഗേ ആൻഡ് ലെസ്ബിയൻ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. അതിനെപ്പറ്റി അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഒരിടത്തും. LGBTQ അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും അദ്ദേഹം ഒട്ടും അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം എല്ലാം നോർമൽ, സ്ട്രൈറ്റ്, ഹെറ്ററോസെക്ഷൽ പ്രിഫറൻസസ് ആണ് കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ രീതികൾ നമുക്ക് കുറെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഇപ്പൊ നമ്മള് എറിക്സൺ, പിയാജറ്റ്, പിന്നെ വെഗോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡ് ഇത്രയും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നത് ബണ്ടൂര, ബ്രൂണർ ഇവരുടെ കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഞാൻ ഈ ഇതിനകത്ത് എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടുമില്ല. ഈ ആൽബർട്ട് ബണ്ടൂര അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് കുട്ടികളെ വെച്ച് ചെയ്തു. കുട്ടികളെ വെച്ച് ചെയ്തതെന്ന് വെച്ചാല് കുട്ടികൾ എന്താണോ കാണുന്നത് അത് തന്നെ അവര് റിപ്പീറ്റ് ചെയ്യും. അത് മറിയ മോണ്ടിസോറിയും പറയുന്നുണ്ട്. അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബൻ മൈൻഡ് ആണ്, സ്പഞ്ച് പോലെയാണ്. വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന പോലെ ചുറ്റുപാടും കാണുന്നതിനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോ ഈ ആൽബർട്ട് ബണ്ടൂര ചെയ്തത്, ബണ്ടൂര ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ ഒരു നോർമലായി ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടികള് ഒരു 3, 4, 5 ആ ഒരു ഇയറിൽ വരുന്ന കുട്ടികൾ, ഇവരെ ഒരു റൂമിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു TV പ്രോഗ്രാം വെച്ചു കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. TV പ്രോഗ്രാമില് ഒരു ഡോളിനെ ഒരാള് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതായിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു. ഭയങ്കര വയലൻസ് ആയിരുന്നു കാണിച്ചത്. ആ ഡോളിനെ പിച്ചിപ്പറിച്ച് മാന്തി അടിച്ച് ഇടിച്ച് അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ അടുത്ത റൂമിലേക്ക് കയറ്റി. അവിടെ ആ TV പ്രോഗ്രാമിൽ കണ്ട അതേ സെയിം ഡോളുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ നിന്ന് കുറെ കുട്ടികൾ, 80% കുട്ടികള് ആ ഡോളെടുത്ത് ഇതുപോലെ തന്നെ ചെയ്തു. ആ TV-യിൽ എന്താണോ കണ്ടത് അതുപോലെ തന്നെ അവരെ റിപ്പീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഒന്നും ചെയ്തില്ല. അതാണ്, അവരെന്താണോ കാണുന്നത് അത് തന്നെ അവര് ചെയ്യാനായിട്ട് നോക്കും. അതാണ് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ അങ്ങനെ കുട്ടികളിൽ പല എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയ ഒരാളാണ് ഈ ആൽബർട്ട് ബണ്ടൂര, ബ്രൂണർ ഒക്കെ ഇവരിൽ വരുന്ന ആളുകളാണ്. അവരെയൊക്കെ പറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.
വേണമെങ്കിൽ ഞാനൊന്ന് പറയാം ഉള്ളൂ. നമുക്കറിയാം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ്, അവരൊന്നും പഠിച്ചു വരുന്നതല്ലല്ലോ, അവർ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ അഡൾട്ട്ഹുഡ്, അതിലെല്ലാം അവർ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ജെറോം ബ്രൂണർ, അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് കുറെ ബുക്സുകളും ഒക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഹ്യൂമൻ കോഗ്നിറ്റീവ് സൈക്കോളജിയിലും കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിലും എല്ലാം അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വായിക്കാനൊക്കെ കുറെ ഉണ്ടാവും. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് കൾച്ചറിനും അതുപോലെ തന്നെ ലാംഗ്വേജിനുമുള്ള റോളിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇൻ എഫക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള സൈക്കോ അനാലിസ്റ്റുകളെല്ലാം ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് വേണമെന്ന് വിചാരിക്കണം. ആ ഒരു ഇന്ററാക്ഷൻ തന്നെയാണ് കുട്ടി വീട്ടിൽ വളരുന്നത്, പിന്നെ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ വളരുന്നത്, എല്ലാം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അദ്ദേഹത്തെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നാണ് ബ്രൂണർ അറിയപ്പെട്ടിരുന്നത്. പിന്നെ 3 മോഡൽസ് ആണ് അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്. ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. സിംബോളിക് നമുക്കറിയാം, കുട്ടികൾ ചില കാര്യങ്ങൾ സിംപിൾസ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷെ എന്നാൽ ഇവരെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മാമ ഈ ഐക്കോണിക് രണ്ടാമത് പറഞ്ഞല്ലോ, അത് പിക്ചറും ഇതിനെ കുറിച്ചുള്ളതാണോ? ഇമേജ് പിക്ചർ. ഓക്കെ. കാരണം തുടക്കത്തിൽ തന്നെ ഇവർക്ക് ലെറ്റേഴ്സ് ഒന്നും ഇവർ അറിയുന്നില്ലല്ലോ. അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇതുപോലെ അവർ കാണുന്ന ഇമേജ് അല്ലെ, എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ഇമേജ് ഒക്കെ ആയിരിക്കും. മുന്നിൽ ഒരു ബോക്സ് ഇരിക്കുന്നു, ആ ഒരു ഇമേജ് ആയിരിക്കും. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അവരുടെ മുന്നിൽ ഇരിക്കുന്നത്, അതെല്ലാം ഇവർ ആ ഒരു ഇമേജ് ആയിരിക്കും അവരുടെ മനസ്സിൽ. നമ്മളിപ്പോ അറിയാലോ, കുട്ടികൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കിച്ചണിലൊക്കെ ഒരു സാധനം എടുത്തിട്ട് വരാൻ പറയുമ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇപ്പം അവരോട് ലൈം ജ്യൂസ് ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രസ് ചെയ്യുന്ന സംഭവം, അതെടുക്കാൻ പറയുമ്പോഴേക്ക് ഇവര് ചെന്ന് നിന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയായിരിക്കും. കാരണം അവരെ കണ്ട വസ്തുവിന്റെ ഒരു ഇമേജ് ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇവരെ പറ്റിയുള്ള എന്തായാലും ഈ ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും നമുക്ക് ഇനിയുള്ള മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ. ഓക്കെ, എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജീൻ പിയാജറ്റ്, വൈഗോസ്കി, പിന്നെ ബ്രൂണർ, ആൽബർട്ട് ബണ്ടൂര, കുറെ പേരുണ്ട്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളുണ്ട് അന്ന ഫ്രോയിഡ്, ആൻ ഫ്രോയിഡ് ഓർ അന്ന ഫ്രോയിഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ മറിയ മോണ്ടിസോറിയുടെ മോൻ മറിയോ മോണ്ടിസോറി. മറിയ മോണ്ടിസോറിക്ക് ശേഷം ഈ ഒരു മോണ്ടിസോറി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ളത് എനിക്കറിയില്ല, ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മറിയ മോണ്ടിസോറി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ആ ഒരു സുഹൃത്തുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അതിലുണ്ടായ മകനാണ് മറിയോ മോണ്ടിസോറി. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഓൺലി സൺ ആണ് മറിയോ മോണ്ടിസോറി. യെസ്, അദ്ദേഹം മരിച്ചു. അദ്ദേഹമാണ് പിന്നെ മോണ്ടിസോറിക്ക് ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും. അദ്ദേഹവും ഇതുപോലെയായിരുന്നു, കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം.
ഒരു ഡോക്ടർ കൂടിയല്ലേ മാം? ഇറ്റാലിയൻ ഡോക്ടർ. മറിയോ മോണ്ടിസോറിയോ? മറിയോ മോണ്ടിസോറി ഡോക്ടർ അല്ല, മറിയ മോണ്ടിസോറി ഡോക്ടറാണ്, ഇറ്റലിയിലെ ഡോക്ടറാണ്. മറിയ മോണ്ടിസോറി ഡോക്ടറാണ്. യെസ്, അവരാദ്യം എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ ടെക്നിക്കൽ ഫീൽഡ് വേണ്ടാന്ന് വെച്ചിട്ട് അവര് മെഡിസിന് ജോയിൻ ചെയ്യുമായിരുന്നു. അവരുടെ കാലഘട്ടത്ത് ഈവൻ യൂറോപ്യൻ കൺട്രീസിൽ വരെയും സ്ത്രീകൾ പൊതുവെ എഡ്യൂക്കേഷന്, ഹയർ സ്റ്റഡീസിന് പോകാതെ അങ്ങനെ ബേസിക് എഡ്യൂക്കേഷൻ മാത്രം അതും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഫാമിലി വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. അവരെ പഠിപ്പിക്കാനായിട്ട് വളരെ താല്പര്യമുണ്ടായിരുന്നു മറിയ മോണ്ടിസോറിയുടെ അമ്മയ്ക്കും. അച്ഛൻ ആർമിയിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് അവര് മെഡിസിനോട് താല്പര്യമുള്ളവരും മെഡിസിന് പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴും അവർക്ക് ചലഞ്ചസ് വളരെ കൂടുതലായിരുന്നു. അവിടെ അവര് ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ബോയ്സ് ആയിരുന്നു. പൊതുവെ MBBS ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു പഠിച്ചത്. MBBSന് അവർക്ക് അനാട്ടമി ലാബൊക്കെ ഉള്ളതാണല്ലോ. ഈ അനാട്ടമി ലാബില് നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ് ഇവർ ഹാൻഡിൽ ചെയ്യേണ്ടത്. പഠിക്കാൻ ഇന്റേണൽ എക്സ്റ്റേണൽ പാർട്സ് ഒക്കെ പഠിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നേക്കഡ് കോപ്സ് കെഡാവർ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഒരു ചലഞ്ചസ് ആൺകുട്ടികളെല്ലാം അടക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. കാരണം മറിയ മോണ്ടിസോറി അതേ ആയിട്ടുണ്ട്. പക്ഷെ അവർക്കത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവർക്ക് കുട്ടികളുടെ ഇതില് സ്പെഷ്യലൈസ് ചെയ്യണം, നമ്മുടെ പീഡിയാട്രിക് പോലെ അങ്ങനെ ചൈൽഡ് ഇതിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എങ്ങനെയാണെന്നും ഓരോ സ്റ്റേജിലും കുട്ടികൾ എങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യുന്നതും ഓരോ സ്റ്റേജിലും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടിയുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ഏജ് സ്പാൻ, ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് 3 to 6 years എന്ന് അവർ കണ്ടെത്തി. അവര് ആ ഒരു ടൈമിലുള്ള കുട്ടികൾക്ക് അവർ പല ഇന്റർവെൻഷൻസ് നടത്തി. വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. അങ്ങനെ വന്നപ്പോ ലോകത്ത് എല്ലായിടത്തും നിന്നും കോള് വന്നു അവർക്ക് ഇവരുടെ ഈ മെത്തേഡ് എല്ലായിടത്തും വേണം. അങ്ങനെ യൂറോപ്പിലും ഇറ്റലിയിലും എല്ലായിടത്തും ഇവരുടെ സ്കൂളുകൾ, ഇവരുടെ ഈ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായി എന്നിൽ മാത്രം ഒതുങ്ങരുത്, ഇത് ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ട് അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല ഭാഗത്തും അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഗാന്ധിജി ഉള്ള സമയത്ത് നമ്മൾക്കറിയാം നമ്മളുടെ അംഗൻവാടികളിലെ കുറേയൊക്കെ അത് മോണ്ടിസോറി കൺസെപ്റ്റിൽ വരുന്നതാണ്. ഗാന്ധിജിക്ക് ഈ മെത്തേഡ് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത് ഫോളോ ചെയ്തു. സ്കൂളുകളിലും അംഗൻവാടികളിലും ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ ഇവരുടെ ഉദ്ദേശം ലോകം മുഴുവനും സമാധാനവും സന്തോഷമായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വേൾഡ് വാറിന്റെ എല്ലാ തിക്താനുഭവങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. 2 വേൾഡ് വാറിന്റെ, 1ാം ലോകമഹായുദ്ധത്തിന്റെ 2ാം ലോകമഹായുദ്ധത്തിന്റെ. അപ്പോ അവരങ്ങനെ ഈ ഒരു മെത്തേഡ് കതിരിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമല്ലോ. അതായത് യുവതലമുറയെ ചെന്ന് മനസ്സിലാക്കിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോ ഇവര് വിചാരിച്ചു മനസ്സിന് സ്നേഹവും സഹോദര്യവും, പീസ്, ലവ്, കെയറിങ്, ബ്രദർഹുഡ്, സെറനിറ്റി, ഇതെല്ലാം ഉള്ള ഒരു തലമുറയെ ഡെവലപ്പ് ചെയ്യാം, അവരെ വളർത്തിയെടുക്കാം. അതിന് ഏറ്റവും പറ്റിയത് കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. അവരിൽ ആ ഒരു സ്നേഹം എല്ലാം ഉള്ളില് വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും വലുതാവുമ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെ ആണ് അവര് ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇവർ ആദ്യം ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-65 ഗ്രൂപ്പ് വരുന്ന സ്പെഷ്യൽ കുട്ടികളില്ലേ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. അവരിൽ തന്നെ റിസൾട്ട് വളരെ അമേസിങ് ആയിരുന്നു. അവർക്ക് മനസ്സിലായി അപ്പൊ നോർമൽ കുട്ടികളിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്, ഇതിലും നല്ല റിസൾട്ട് ആയിരിക്കുമല്ലോ എന്ന് അവര് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇറ്റലിയിലെ ഒരു ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെന്റ് അതോറിറ്റീസ്, മേ ബി മേയർ ഒക്കെ ആയിരിക്കാം, ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയ ആയ സാൻ ലോറൻസില് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ, മോണ്ടിസോറി ഈ ഒരു പല കാര്യങ്ങളും കുട്ടികൾക്കിടയിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവരെ അപ്രോച്ച് ചെയ്തത്. ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ഇവരോട് ആവശ്യപ്പെടുകയാണ്. അവിടെ ആ ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കാൻ കാരണം സ്ലം ഏരിയ നമുക്കറിയാം, അവിടുത്തെ കൾച്ചർ വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ഹൈജീൻ വളരെ മോശമായിരിക്കും, കുട്ടികളൊക്കെ വളരെ വയലന്റ് നേച്ചർ ആയിരിക്കും. കാരണം അച്ഛനും അമ്മയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് രാവിലെ തന്നെ എന്തെങ്കിലും ലേബർ വർക്ക് പണികൾക്കൊക്കെ ആയിട്ട് പോവും. തിരിച്ചവര് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ആ സമയം മുഴുവൻ ഈ കുട്ടികൾ ആ തെരുവിലൂടെ ഇങ്ങനെ
ചേരിയിലൂടെ നടന്ന് ബഹളം വെച്ച് വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ വന്നപ്പോൾ ലോക്കൽ അതോറിറ്റീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രഷ് അല്ലെങ്കിൽ ഡേ കെയർ പോലെ ചെയ്യാം. അതിനുവേണ്ടി മറിയ മോണ്ടിസോറി അപ്രോച്ച് ചെയ്യാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് മറിയ മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റലിയിലെ സാൻ ലൊറൻസയിലെ ആദ്യമായിട്ടാണ് അവര് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് സ്കൂളിൽ നിന്നും പറയാൻ ഇഷ്ടമുണ്ടായില്ല. യെസ്, സ്കൂളിൽ നിന്നും പറയാൻ ഇഷ്ടമുണ്ടായില്ലായിരുന്നു. അങ്ങനെ അവര് സ്റ്റാർട്ട് ചെയ്ത അതിന് പറഞ്ഞ പേരാണ് കാസാഡി ബാമ്പിനി. ഈ കാസാഡി ബാമ്പിനി ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഹൗസ്. സ്കൂൾ എന്ന് പറയുന്നതിനേക്കാളും അവർക്ക് പറയാൻ ഇഷ്ടം അതായിരുന്നു. കുട്ടികൾ വരുന്ന രണ്ടാമത്തെ വീടല്ലേ. യെസ് മാം, ടൈം. യെസ്. അതൊക്കെയാണ് അവരുടെ കാര്യങ്ങള്. അവരുടെ മോനാണ് മറിയോ മോണ്ടിസോറി. അത് അവർക്ക് ശേഷം അദ്ദേഹമാണ് അത് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇപ്പം എന്താണ്, എന്നാലും എല്ലായിടത്തും ഇത് അക്സെപ്റ്റബിൾ ആണല്ലേ. യെസ് പ്ലീസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി പാർട്ട് 3 വരുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ മറിയ മോണ്ടിസോറിയുടെ വരുന്നുണ്ട്. യെസ്, വി ക്യാൻ മൈൻഡ് അപ്പ്. സൈൻ ഔട്ട് പ്ലീസ്. Good morning everyone. I am Radula and it's my privilege to deliver sign out for today's class. Today we discussed about child development theories of Vygotsky, Piaget, Sigmund Freud, Albert Bandura and Brunner. Thank you ma'am, and I really appreciate your patience and dedication. And I would also like to thank you all my batchmates for active participation today. Thank you. Have a good day. Thank you, ma'am. 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 മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ മാം. മാമിൻ്റെ യൂറിനറി മറ്റേ കിഡ്നി സ്റ്റോൺ ആയിരുന്നു എന്നല്ലേ മാം പറഞ്ഞത്? അല്ല, സൗണ്ട് ഇല്ല മാം, സൗണ്ട് കേൾക്കുന്നില്ല. യെസ്, അതെ ലവ്ലി. എനിക്കും ഒരു വേദന വന്നു, ഇങ്ങനെ നടുവേദന, പള്ളയില് വയറിലൊക്കെ വന്ന് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നടുവിന് പ്രോബ്ലം ഉണ്ട്. ഓൾറെഡി ചെക്ക് ചെയ്തപ്പോൾ സ്റ്റോൺ ആണെന്നാ പറയാം. മാമിൻ്റെ ഇപ്പം മാറിയോ? മെഡിസിൻ എടുത്തിട്ട് മാറിയോ? എന്റെ അന്ന് പെയിൻ വന്ന സ്റ്റോൺ അങ്ങനെ ആ ഒരു 1 വീക്ക് മെഡിസിൻ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ CT സ്കാനാ ചെയ്തത്. CT സ്കാനിൽ അതില്ല, അതപ്പോ പോയി. പക്ഷേ ആദ്യം അബ്ഡമൻ സ്കാൻ ചെയ്തപ്പോഴാണ് ആ ഒരെണ്ണം കണ്ടത്. പക്ഷെ CT സ്കാനിൽ ചെറുതുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എക്സ്റേ എടുത്തപ്പോഴാണോ കണ്ട, അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പോ? ഫസ്റ്റ് അബ്ഡമൻ സ്കാൻ ചെയ്തു. അബ്ഡമൻ സ്കാൻ ചെയ്തപ്പോഴാണ് ഈ പെയിൻഫുൾ ആയി വന്ന 4 mm അത് കണ്ടത്. അത് പക്ഷെ 1 വീക്ക് നല്ലപോലെ വെള്ളം കുടിച്ച് മെഡിസിൻ ഒക്കെ ചെയ്തപ്പോഴേക്കും അത് 1 വീക്കിന് ശേഷം CT ചെയ്തു. CT ചെയ്തപ്പോ അതില്ല, ആ സ്റ്റോൺ ഇല്ലായിരുന്നു. പക്ഷെ ചെറുത് വെള്ളം കുടിച്ച് അങ്ങനെ പോകണം, അത് പോകും, യൂറിനിലൂടെ പോകും. ഈ ബ്ലോക്ക് ആവുന്നത് വലിപ്പം കൂടിയതാണല്ലോ. നമ്മുടെ ഈ ട്യൂബിന് ഏതാണ്ട് ഒരു 3 mm അങ്ങാണ്ട് വിടും. അതാണ് വലുത് വരുമ്പോ നമുക്ക് അത് അനങ്ങുമ്പോ നമുക്ക് പെയിൻ വരുന്നത്. അതിൽ ചെറുതൊക്കെ നടുവിന്റെ പള്ള മനസ്സിലായോ മാം? നമ്മുടെ പക്കിന്റെ പള്ളയുടെ സൈഡിൽ ഇരുന്നിട്ടായിരുന്നു എനിക്ക് കരച്ചിൽ ഒരു ഞാൻ ഒരാഴ്ച മൊത്തം കരച്ചിലായിരുന്നു. എനിക്ക് ശ്വാസം വിടാൻ, കെട്ടുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ഒന്നും പറ്റാൻ. അപ്പം ഞാനോർത്ത് എൻ്റെ നടുവിന് ഡിസ്കും പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുമായിരിക്കും ഓർത്ത്. പക്ഷെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഇപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. കുടിക്കാൻ പറ്റുമെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്ന ആളാണ്. കാരണം കീമോ ഒക്കെ എടുത്തപ്പോൾ ഇഷ്ടം പോലെ വെള്ളം, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഞാൻ എന്തോരം വെള്ളം അതൊന്നുമല്ല, എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും വരാറുണ്ട് എത്ര വെള്ളം കുടിച്ചാലും. അതെന്തോ ശരീരപ്രകൃതി ആയിരിക്കും. ഓക്കെ, താങ്ക് യു മാം.